ഓർമ്മയില്ലേ, അന്ന് സഭയിൽ സുവിശേഷം പറഞ്ഞു VS-ന്റെ ശാപഗ്രസ്ത വാക്കുകൾ. കരിങ്കോഴക്കൽ മാണിയല്ലവൻ കോഴമാണി, നാടിന്റെ ചരിത്രത്തിലാദ്യമായി ബജറ്റ് വിറ്റ് കാശുണ്ടാക്കിയ കഴുത്തറപ്പൻ കള്ളൻ എന്നൊക്കെ കവലകൾ തോറും പെരുകിയ പോസ്റ്ററുകൾ. ആ മാണിയുടെ തൊലിക്കെട്ട് കണ്ട് നാണിച്ച് മൃഗശാലയിലെ കാണ്ടാമൃഗം. ആഹാരമെടുക്കാതെ അവശനാണെന്ന പാർട്ടി സെക്രട്ടറിയുടെ പരിഹാസം. കാശില്ലാത്ത മാണി കാഷിക്കബുവിന്റെ 500 രൂപ. സഭയിലെ ആഭാസങ്ങൾ. ഒരു നാടിന് തീപിടിച്ച ബാർക്കോഴ സമരകാലമാണ്. അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങൾ. അകാലത്തിൽ ചത്ത രാഷ്ട്രീയ സമരമേ അസാധുവായി. കോഴമാണി എന്ന് വിളിച്ച് അതേ നാക്കുകൊണ്ട് വിശുദ്ധമാണി എന്ന് വാഴ്ത്തി ബൂർഷാ പാർട്ടി KKG സെന്ററിലേക്ക് പരവതാനി വിരിച്ചതൊക്കെ ഇടതുപക്ഷ ധാർമ്മികത എന്ന വാക്ക് ഒരു പരമ കോമഡിയായ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയ വയറ്റിപ്പിഴപ്പ്. അതും പ്രത്യയശാസ്ത്രം പറഞ്ഞ് ന്യായീകരിക്കുന്നത് കണ്ട് കാണ്ടാമൃഗം. കോടിയേരിയുടെ അതേ കാണ്ടാമൃഗം തൊലിക്കട്ടിയിൽ മത്സരിക്കാനില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി തൂങ്ങി മരിച്ചതും കണ്ടതാണ് കേരളം. ആ ബാർക്കോഴ അതിന്റെ പ്രേതം അതിന്റെ രണ്ടാം വരവിൽ തിരിഞ്ഞുകൊത്തിയോ എന്ന സംശയം ഒരു മദ്യമുതലാളിയുടെ ശബ്ദരേഖയിൽ കറങ്ങലാണ് രാഷ്ട്രീയ ചർച്ച. ഇവിടെ ഇവർ ഈ പല രീതിയിൽ ഈ സംഘടന പണപ്പിരിവ് നടത്തുന്ന ഒരു സംഘടനയാണ്. അവർ കേസ് നടത്താൻ പോലും പണം ഇങ്ങനെ പിരിക്കുന്നവരാണ്, എന്നിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ എനിക്ക് പരിചയമുള്ള ചില ബാർ ഉടമകൾ എന്നോട് പറയുകയും ചെയ്യുന്നു. പല രീതിയിൽ ഇവർ പിരിവ് നടത്തുന്നുണ്ട്, എന്നിട്ട് വ്യക്തിപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഈ നേതൃത്വത്തിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിനകത്ത് അമർഷവുമുണ്ട് ഈ പറയുന്ന അസോസിയേഷനിലെ പല അംഗങ്ങൾക്കും എന്ന് പറയുന്നു. ഇപ്പോൾ 11 മണിവരെയാണ് ബാർ പ്രവർത്തിക്കേണ്ടത്, ചിലർ 12 മണിവരെ പ്രവർത്തിപ്പിക്കും. അങ്ങനെ ക്രമക്കേട് നടത്തുന്നവർക്ക് എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്? നേരത്തെ അത് വെറും പിഴ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ പിഴ ഇരട്ടിയാക്കിയെന്ന് മാത്രമല്ല, ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും റദ്ദ് ചെയ്യാനും. അങ്ങനെ എത്ര ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 30 ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര ബാർ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്? 2 ബാർ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ബാർ ഉടമകളുമായി ഏതെങ്കിലും തരത്തിലൊരു നെഗോഷിയേഷൻ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള ഈ എക്സൈസ് വകുപ്പിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണത്തിൽ യാതൊരു വിശ്വാസ്യത ഉണ്ടാകുന്നില്ല.